ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇതാണ് ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്നൊക്കെ പറയുന്നത്. ഇത് വെച്ച് നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. അതിലേക്ക് ഞാനൊരു പകുതി ശീമച്ചക്കയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് തോടൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് ശീമച്ചക്ക കുക്കറിലേക്ക് ഇട്ട് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് നമുക്കിവിടെ തേങ്ങ വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു ചീനിച്ചട്ടി അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഹൈപ്പ് ഓപ്ഷൻ കൂടെ ചെയ്ത് എൻ്റെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വറുത്ത് തേങ്ങയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വറുത്ത ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാലയുടെ വീഡിയോ വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. ആ സമയത്ത് നമ്മളെ ശീമച്ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഒഴിച്ച് ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശീമച്ചക്ക വേവിക്കുമ്പോൾ 2 വിസിൽ മതിയാകും. ഞാനിവിടെ 3 വിസിൽ വന്നു, അതുകൊണ്ട് അല്പം കുഴഞ്ഞു പോയതുപോലെ ഉണ്ട്. ഇത്രയും വേഗണ്ട, ഒരു 2 വിസിൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് തണുത്ത് വരുമ്പം ഇത്തിരി കട്ടിയാകുന്ന ടൈപ്പാണ്. അപ്പം അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഉപയോഗിക്കുക. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്, മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കാം. താളിപ്പിന് വേണ്ടി ഞാൻ ചീനിച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാമേ. അതിനുശേഷം കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തുകയാണ്. അതിനുശേഷം താളിപ്പ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.